ആന്ധ്രയിലുള്ള വിജയവാഡയിലുള്ള അവിട്ടപ്പള്ളി ജോസഫ് തമ്പിയുടെ ദേവാലയത്തിലാണ്. ബ്രദർ ജോസഫ് തമ്പി, കപ്പൂച്ചൻ സഭാംഗമായ ബ്രദർ ജോസഫ് തമ്പിയുടെ ദേവാലയത്തിലാണ്. ഇവിടെ ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. ജനുവരിയിലാണ് ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. എപ്പോഴും ഇവിടെ ആളുകളുണ്ടാവും. ഇവിടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്താന സൗഭാഗ്യം ലഭിക്കുന്നു. ഈ വിശുദ്ധൻ്റെ നാമത്തിൽ വിശുദ്ധനെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വിശുദ്ധരുടെ നാമകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നു. മക്കളെ കൊണ്ടുവന്ന് മക്കളില്ലാത്തവർ പ്രാർത്ഥിച്ച് മക്കളെ ലഭിക്കുമ്പോൾ അത് വിശുദ്ധൻ്റെ കല്ലറയുടെ മുകളിൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ബ്രദർ ജോസഫ് തമ്പി ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ജോസഫ് തമ്പി മരിച്ച സ്ഥലം. ഇവിടുന്ന് ആളുകൾ മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് മണ്ണൊക്കെ വെട്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഒരു വലിയ കുഴിയായിട്ട് ആളുകൾ മണ്ണ് വെട്ടി കൊണ്ടുപോയി വീടുകളിൽ വെക്കുന്നു. ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ വിശുദ്ധ ജോസഫ് തമ്പിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗാനകോ हिंदी में नहीं है, तेलुगु में नहीं। हाँ, गाना समझ नहीं है मुझे। नहीं दही है, मेरा शरीर में दही है। मालूम है क्या वो गाना तेलुगु गाओ. इसका समय no देखा नहीं, कोई प्रॉब्लम नहीं. गाओ. समय इंतजार करो. गाओ. नहीं गाओ. ओके. नहीं सकता नहीं है. गाँव को मुझे നമ്മളൊക്കെ പലപ്പോഴും സിസ്റ്റർമാരെയൊക്കെ കുറ്റം പറയാറുണ്ട്. ഇതുപോലെയുള്ള മന്ദബുദ്ധികളെ, അതുപോലെ അനാഥരായവരെ, അശരണവരായവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന, വികലാംഗരെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഒത്തിരി സിസ്റ്റേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. ഏതെങ്കിലും ഒരു സിസ്റ്റർ പൊടി പിടിച്ചെന്ന് കരുതി ഉടനെ ലോകത്തിലുള്ള എല്ലാ സിസ്റ്റർമാരും അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുമ്പോൾ ഇവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഇത്തിരി സിസ്റ്റർമാരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു സിസ്റ്ററിനെയൊക്കെ വഴിയിലൊക്കെ അപമാനിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർമാർ നമ്മുടെ ഇടയിലുണ്ടെന്ന്. ഇവരുടെയൊക്കെ മലവും മൂത്രമൊക്കെ പോരാനും ഇവരൊക്കെ ശുശ്രൂഷിക്കാനും രോഗികളായിട്ടുള്ളവരുണ്ട്, മാനസിക രോഗികളായിട്ടുള്ളവരുണ്ട്. ഇവരുടെയൊക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്ന, അങ്ങനെയുള്ളവരെയൊക്കെ എടുത്തു വളർത്തുന്ന, സ്നേഹിക്കുന്നത് യാതൊരു പ്രതിഫലവും കൂടിയിട്ടല്ല. സർക്കാർ ഇവർക്ക് പ്രതിഫലം കൊടുക്കുന്നില്ല. പക്ഷേ ഈശോയോടുള്ള പരിപൂർണ്ണ സ്നേഹം വഴിയായിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയും മാധ്യമങ്ങളിൽ കൂടിയും
സിസ്റ്റർമാരെ കരി തേച്ച് വരച്ച് കാണിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ സിസ്റ്റർമാരെയൊക്കെ നമ്മളിങ്ങനെ കരുവാരത്തേക്കുന്നത്? ബസ്സിൽ കൂടി യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കുന്നു, അതുപോലെ അപമാനിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെയുള്ള അനാഥരെയും ശുശ്രൂഷിക്കുന്ന ഒരുപാട് സിസ്റ്റർമാർ ഈ ലോകത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഇതേപോലെ വീഡിയോ പിടിക്കാനിരുന്നു കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ ഓർക്കണം, ഓരോരുത്തരെ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കൊക്കെ സിസ്റ്റർമാർ കാണിച്ച പങ്ക് വളരെ വലുതാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആത്മീയ മേഖലയിലാണെങ്കിലും ഹോസ്പിറ്റലിലുള്ള ശുശ്രൂഷകളിലൂടെ ആണെങ്കിലും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്ന സിസ്റ്റർമാരുണ്ട്. ഇതിന് പ്രതിഫലം കൂടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതിയായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ചില ആൾക്കാർ മന്ദബുദ്ധികളായിട്ടുള്ളവർ, മാനസിക രോഗികളായിട്ടുള്ളവരൊക്കെ അവരെ തുപ്പുകയും അടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ടും ഒരു പരാതിയും കൂടാതെ ഈ സിസ്റ്റർമാരൊക്കെ എത്രയോ കരുണയോട് കൂടിയിട്ടാണ്, എത്രയോ കാരുണ്യത്തോട് കൂടിയിട്ടാണ് ഇവരോട് പെരുമാറുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മളിതൊക്കെ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്തിട്ട് വേണം ഓരോ സിസ്റ്റർമാരെയും കരുവാരത്തേക്കുവാനും അവരെ നമ്മൾ പുറത്തള്ളുവാനും. സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്, സിസ്റ്റർ ഇനി മേലാൽ സിസ്റ്ററാവാൻ പോകരുത്, വൈദികരാവാൻ പോകരുതെന്ന്. പക്ഷേ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഇവർ ചെയ്യുന്നു. അതാണ് ഇവർ ചെയ്യുന്ന തെറ്റ്. നമ്മൾ പ്രാർത്ഥിക്കാം, പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ബഹുമാനിക്കാം. ഇവരെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതെ, നിന്ദിക്കാതെ നമുക്ക് ഇവരോട് സപ്പോർട്ടായിട്ടെങ്കിലും ഇരിക്കാം. ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ള വിജയവാഡ എന്ന സ്ഥലത്തെ ഗുണതല മാത ചർച്ചിലാണ്. ഇവിടെ ധാരാളം ആളുകൾ പല സ്ഥലത്തു നിന്നും നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. ഇത് വലിയൊരു മലയാറ്റൂർ മല പോലെയുള്ള ഒരു വലിയൊരു മലയാണ് ഇതിൻ്റെ മുകളിൽ. വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ആന്ധ്രാപ്രദേശിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അനേകം ആളുകളാണ് ഇവിടെ കടന്നു വരുന്നത്. മലയുടെ മുകളിലേക്ക് ഒരുപാട് ദൂരം യാത്രകളുണ്ട്, മലയാറ്റൂർ മല പോലെ.
ഞാൻ ഈ മല കയറിയത് നമ്മുടെ സഫയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. സഫയിൽ നിന്ന് നടക്കുന്ന പല പ്രശ്നങ്ങളും മാറുവാനും യേശുവിനെ മാത്രം ആരാധിക്കുവാനുമുള്ള ഒരു വലിയ കൃപ നമ്മുടെ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയോഗം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മല ഇപ്പോൾ ഈ നട്ടുച്ച നേരത്തെ കയറിയത്. ഈ ബാഗും തോളത്തിട്ട് കാരണം കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. ഈശോ കുരിശും ചുമന്നുകൊണ്ടല്ലേ മല കയറിയത്. അപ്പോൾ ബാഗെങ്കിലും തോളത്ത് വേണ്ടേ എന്നോർത്തുകൊണ്ടാണ് ഈ ബാഗ് തോളത്തിട്ടുണ്ട് വന്നേ. ഒരിക്കലും ഞാൻ പഞ്ചാബിൽ കുരിശിൻ്റെ വഴി ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറയുക, കർത്താവേ ഈ വെയിലത്ത് കുരിശിൻ്റെ വഴി ചൊല്ലാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, നല്ല വെയിലാണ്, അപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഉടനെ എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ വെയിലും കൊണ്ടുകൊണ്ടാണ് ഈ കുരിശും ചുമന്നുകൊണ്ടാണ് പോയത്. നിനക്ക് കുറച്ച് നേരം വെയിലത്ത് നിന്നുകൊണ്ട് കുരിശിൻ്റെ വഴിയെങ്കിലും ചൊല്ലാൻ പാടില്ലായിരുന്നു. എൻ്റെ മനസ്സിലിങ്ങനെ പറയുക, നമ്മൾ പലപ്പോഴും നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാവാണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒത്തിരി ഫലമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈശോയോട് കൂടെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോ തരുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിനിരിക്കട്ടെ.